ഈ തിലകന്റെ മകളുടെ ചാനലുകാരുമായിട്ടുള്ള എന്താ പറയണ്ടേ, ഈ ബൈറ്റ് എടുക്കുന്ന സമയത്തെ മിടുക്ക് കാണിക്കേണ്ട സ്ഥലം ഇതല്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ പോയി ചോദിക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ ഒത്തിരി പേര് ഇനിയും ബാക്കിയുണ്ട്. പല സംഘടനകളുടെ നേതാക്കന്മാരായിട്ടും അല്ലാതെ സംഘടനയിലെ മറ്റു പല ഭാരവാഹികളും ഉണ്ട്. ഇത് അമ്മയുണ്ട്, FK ഉണ്ട്, വേറെന്തൊക്കെയുള്ളേ, ഇവരുടെ എല്ലാ സംഘടനകളും പലതുണ്ട്. മേക്കപ്പ് മാൻ വരെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ യൂണിയനുകളുണ്ട്. അവരോടൊക്കെ പോയി ചോദിക്കുക, സിനിമയിൽ എന്തെല്ലാം യൂണിയൻസാണ് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാം പോയി നിങ്ങൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. അവരൊക്കെ എന്താ പറയുന്നത് നോക്കട്ടെ. അല്ലേ, ശരിയല്ലേ? ഈ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം അനുഭവിക്കുന്നത് മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. ഏതായാലും കൊള്ളാം, നന്നായിരിക്കുന്നു സുഹൃത്തുക്കളെ, നന്നായിരിക്കുന്നു. ഇനി ഇതുപോലെ ആരെങ്കിലും വന്ന് പറയാൻ നിന്നാൽ പോലും അവരോട് ഇങ്ങനെ പൊതുവിചാരണയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഡീമോട്ടിവേഷനാണ്. ഇത്തരം പരിപാടി അവസാനിപ്പിക്കണം. ഇതിനകത്തൊക്കെ ഈ കോടതിയൊക്കെ ഇടപെടണം. ഇവര് ഈ അങ്ങനെ അതിനൊരു ഒരു പ്രോട്ടോകോൾ വേണം. എന്താണേലും ഇത് സീരിയസ് ഇഷ്യൂസ് ആണ്. നാളെ ഒരാൾ വന്ന് പറയാനുള്ള സാധ്യതകൾ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ മീഡിയ ഇപ്പോൾ ഇതുവരെ പ്രതികരിച്ചവരോട് ഇടപെടുന്നത് കണ്ടാൽ, അല്ലെ അവരുടെ കേസ് ട്രീറ്റ് ചെയ്യുന്ന കണ്ടാൽ മുന്നോട്ട് വരാൻ ആളുകൾ മടിക്കും. അപ്പൊ അതിനെ സപ്രസ് ചെയ്യാൻ എന്താണ് മീഡിയക്ക് ഇത്ര ധൃതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരോടല്ല ചോദിക്കേണ്ടത്, ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആൾക്കാർ വേറെയാണ്. ഇവർ പറഞ്ഞത് എന്തോ അത്രയും മതി. കൂടുതൽ അന്വേഷിക്കാൻ നിങ്ങളെ ആരും കേസൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അതാണ് അതിന്റെ ശരി.